ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ Techway. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് 5 ദിവസം കൊണ്ട് നമുക്കൊരു വീട് നിർമ്മിക്കാം. അതും ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റ് വീടാണ്. എങ്ങനെയാണ് ഇവർ ഈ ഒരു വീട് ഉണ്ടാക്കിയത്, എന്താണ് ഇതിൻ്റെ ടെക്നോളജി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ലെറ്റ് സ്റ്റാർട്ട്. കമ്പ്യൂട്ടർ, മൊബൈൽ ടിപ്സ്, ആൻഡ്രോയിഡ്, iOS, വിൻഡോസ്, വെബ്സൈറ്റ് ടിപ്സ്. Subscribe now. Press the bell icon. Never miss update. IIT-Madras മുൻ വിദ്യാർത്ഥി അദ്ദേഹം ക്യാമ്പസിലൊരുക്കിയ വീടാണിത്. വളരെ അത്ഭുതത്തോടെയാണ് ഈ ഒരു വീടിനെ സമൂഹ മാധ്യമങ്ങൾ കാണുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യത്തെ 3D പ്രിന്റ് വീടാണ് ഇയാൾ നിർമ്മിച്ചത്. 600 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒറ്റ നിലയിലുള്ള ഒരു വീടാണിത്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഒരു ബെഡ്റൂം, ഒരു ഹാൾ, കിച്ചൺ എന്നിവയാണ്. ഈ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയുടെ മെച്ചമെന്ന് പറയുന്നത് നിർമ്മാണ സമയവും ചെലവും നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ പരിസ്ഥിതി ആഘാതവും പരമാവധി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ പ്രത്യേക ഒരു തരം സിമെൻ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആയതിനാൽ നല്ലൊരു ക്വാളിറ്റി ഇതിനുണ്ടാകും. ഈ ഒരു 3D പ്രിൻ്റർ പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുന്ന കെട്ടിടത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് നിർമ്മാണ സാമഗ്രികൾ നിറച്ചു വച്ചിട്ടുള്ള 3D പ്രിൻറ്റിംഗ് ഉപകരണം വീടിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കും. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കോൺക്രീറ്റ് പ്രിൻറ്റിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിന് പിന്നിൽ. ഏകദേശം 5 മുതൽ 10 ദിവസം വരെ ഇതുപോലുള്ള വീടുകൾ ഈ ഒരു പ്രിൻ്റർ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. എന്നാലും വെറും 5 ദിവസം കൊണ്ടാണ് അത്രേ ഈ ഒരു വീട് അവർ നിർമ്മിച്ചിട്ടുള്ളത്. 2018 IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരാളുടെ കണ്ടുപിടുത്തമാണ് ഈ ഒരു കോൺക്രീറ്റ് 3D പ്രിന്റിങ്ങിന് പിന്നിൽ. അയാളും ഒപ്പം പഠിച്ചിറങ്ങിയ മറ്റ് 3 പേരും ചേർന്നാണ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ട്വസ്റ്റ ആരംഭിച്ചത്. തുടർന്ന് അവരുടെ വീടിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ ഒരു സമയത്ത് മന്ത്രി ജനങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ ഇന്ത്യക്ക് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ആവശ്യമാണെന്നും നമ്മുടെ രാജ്യത്ത് കയ്യിലൊതുങ്ങുന്ന വിലയ്ക്ക് വേഗത്തിൽ വീടുകൾ ആവശ്യമുള്ളവർ ഇത് പ്രയോജനപ്രദമാകുമെന്നാണ്. ഗൈസ്, നമുക്ക് ഇതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഇതുപോലുള്ള പല കഴിവുകളുമുള്ള എല്ലാം പഠിച്ചവരായിരിക്കും നിങ്ങളും ഇതുപോലുള്ള കഴിവുകൾ തെളിയിക്കുക. ഈ ഒരു 3D പ്രിന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള പൂർണ്ണ രൂപമാണ് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഈ ഒരു 3D പ്രിന്റിനെ പറ്റി നിങ്ങളും പഠിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.